ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSC നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് എന്ന ടോപ്പിക്കിലെ പ്ലാന്റ് പ്രൊപ്പഗേഷൻ മെത്തേഡുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കട്ടിംഗ്, ലെയറിംഗ് ആൻഡ് ഗ്രാഫ്റ്റിംഗ്. പോകാം വീഡിയോയിലേക്ക്. കട്ടിംഗ്, ലെയറിംഗ്, ഗ്രാഫ്റ്റിംഗ് എന്നീ ടെക്നിക്കുകൾ വരുന്നത് കായിക പ്രജനനം അഥവാ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന പോർഷനിലാണ്. ഒരു പ്ലാന്റിന്റെ കായിക പ്രജനനം അഥവാ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്താണ്? ഒരു സസ്യത്തിന്റെ കായിക ഭാഗങ്ങളായ വേര്, കാണ്ഡം, ഇല, മുകുളങ്ങൾ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും സന്താനങ്ങൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം അഥവാ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഓർ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പ്ലാന്റ്സിന്റെ കായിക ഭാഗങ്ങളായ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ഓർഗൻസിൽ നിന്നും തൈകൾ ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് കായിക പ്രജനനം എന്ന് പറയുന്നത്. ഇത് സ്വാഭാവികമായിട്ട് നടക്കാറുണ്ട്, കൃത്രിമമായിട്ട് നടക്കാറുണ്ട്. പ്രകൃതിയിൽ തന്നെ പല ചെടികളിലും ഈ പറഞ്ഞ മെത്തേഡിൽ നാച്ചുറൽ ആയിട്ടും കായിക പ്രജനനം നടക്കുന്നുണ്ട്. നമ്മൾ മനുഷ്യര് ആർട്ടിഫിഷ്യൽ ആയിട്ടും കായിക പ്രജനനം നടത്തുന്നുണ്ട്. അതിൽ ആദ്യം പഠിക്കേണ്ടത് സ്വാഭാവിക കായിക പ്രജനനമാണ്. നാച്ചുറൽ ആയിട്ട് എങ്ങനെ നടക്കുന്നു? നമുക്കറിയാവുന്ന ഭൂകാണ്ഡങ്ങൾ, അണ്ടർഗ്രൗണ്ട് സ്റ്റെം പഠിച്ചിട്ടില്ലേ? മണ്ണിനടിയിലുള്ള സ്റ്റെം ഫുഡ് സ്റ്റോർ ചെയ്ത് മോഡിഫൈ ചെയ്ത് പല സ്ട്രക്ചറായിട്ട് മാറിയിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ഉരുളക്കിഴങ്ങ്, ഉള്ളി, ചേന, ചേമ്പ്, ഇഞ്ചി, ഗ്ലാഡിയോലസ്, വെളുത്തുള്ളി തുടങ്ങിയ ഈ ചെടികളുടെയൊക്കെ ഭൂകാണ്ഡങ്ങളിൽ നിന്നും പുതിയ തൈകൾ ഉണ്ടാകും. ഇതെല്ലാം വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ കായിക പ്രജനനത്തിന് ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ ശീമപ്ലാവ്, വാഗ, ഈട്ടി, മധുരക്കിഴങ്ങ്, ശതാവരി, ഡാലിയ തുടങ്ങിയ ചെടികളുടെ വേരുകളിൽ നിന്നും തൈകൾ ഉണ്ടാകുന്നുണ്ട്. ശീമപ്ലാവ് നമുക്കറിയാം റെഡ് ഫ്രൂട്ട് ട്രീ, ശീമപ്ലാവിന്റെ വേരിൽ നിന്നാണ് തൈകൾ ഉണ്ടാകുന്നത്. ഈ വേരുകളിൽ നിന്ന് തൈകൾ ഉണ്ടാകുന്നതും കായിക പ്രജനനത്തിന് നാച്ചുറൽ ആയിട്ടുള്ള കായിക പ്രജനനത്തിന് എക്സാമ്പിളാണ്. അതുപോലെ സ്ട്രോബെറി, കുടങ്ങൽ, മുട്ടപ്പായൽ അതായത് പിസ്റ്റിയ, അതുപോലെ ജമന്തി, മുല്ല, കുളവാഴ, ഐക്കോണിയ, പുതിന, കള്ളുമുൾച്ചെടി തുടങ്ങിയ ചെടികളുടെ കാണ്ഡത്തിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്നുണ്ട്. അതും കായിക പ്രജനനത്തിന് എക്സാമ്പിളാണ്. ഇലമുളച്ചി അഥവാ ബ്രയോഫിലം, കലാഞ്ചോ, വിഗോണിയ തുടങ്ങിയ ചെടികളുടെ ഇലകളുടെ എഡ്ജിൽ നിന്നോ ഇലകളുടെ മിഡ്രിബിന്റെ ഭാഗത്തു നിന്നോ തൈകൾ ഉണ്ടാവുന്ന ചെടികൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. ഈ ഒരു പ്രോസസ്സും നാച്ചുറൽ ആയിട്ടുള്ള കായിക പ്രജനനത്തിന് എക്സാമ്പിളാണ്. കാച്ചിൽ, ഡയാസ്കോറിയ, ആനപ്പുറത്തി, അഗേവ്, പുളിയാറില്ല, ഓക്സാലിസ്, കുറുത്തച്ചേക, പൈനാപ്പിൾ തുടങ്ങിയ ചെടികളുടെ ബൾബിലുകളിൽ നിന്നും പുതിയ തൈകൾ ഉണ്ടാവുന്നുണ്ട്. ബൾബിൽ എന്ന് വെച്ചാൽ എന്താണ്? ഫ്ലഷി ബഡ്സ്, മാംസളമായ ബഡുകളിൽ നിന്നും തൈകൾ ഉണ്ടാവുന്ന പ്രോസസ്സിനെ നാച്ചുറൽ ആയിട്ടുള്ള കായിക പ്രജനന എക്സാമ്പിൾ ആയിട്ട് കണക്കാക്കാം. അടുത്തത് കൃത്രിമ കായിക പ്രജനനം, ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്താണെന്ന് നോക്കാം. പ്ലാൻ ബീഡർ അല്ലെങ്കിൽ മനുഷ്യരുടെ സഹായത്താലായിരിക്കും പുതിയ തൈകളെ പ്ലാന്റിന്റെ കായിക ഭാഗങ്ങളിൽ ഉത്പാദിപ്പിക്കുന്നത്. അതാണ് പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചിട്ടുള്ള കട്ടിംഗ്, ലെയറിംഗ്, ഗ്രാഫ്റ്റിംഗ്. ഇങ്ങനെയുള്ള മെത്തേഡുകളിലൂടെ ഒരു പ്ലാന്റിൽ നിന്നും പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ പുതിയ തൈകൾ അല്ലെങ്കിൽ സന്താനങ്ങളെല്ലാം ആ പാരന്റ് പ്ലാന്റിനെ പോലെ ജനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി സിമിലർ ആയിരിക്കും. അതായത് ജനിതകപരമായിട്ടും അതുപോലെ രൂപപരമായിട്ടും വളരെ സാദൃശ്യമുള്ളവയായിരിക്കും. ഇത്തരം സന്താനങ്ങളെ ക്ലോണുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ക്ലോണുകൾ അതായത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴി ഉണ്ടാകുന്ന എല്ലാ സന്താനങ്ങളും ക്ലോണുകളാണ്. അത് പാരന്റ്സിനെ പോലെ എക്സാക്ട് കോപ്പീസ് ആയിരിക്കും, ജനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി സിമിലർ ആയിരിക്കും. അവയെ ക്ലോണുകൾ എന്നാണ് അറിയപ്പെടുന്നത്. കായിക പ്രജനനം ആർട്ടിഫിഷ്യൽ മെത്തേഡ് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള മെത്തേഡുകൾ തന്നെയാണ് കട്ടിംഗ്, ലെയറിംഗ്, ഗ്രാഫ്റ്റിംഗ്. അതിൽ ആദ്യത്തേതാണ് കട്ടിംഗ്, മുറിച്ച് നടൽ എന്ന് പറയും. ഒരു പാരന്റ് അല്ലെങ്കിൽ മാതൃസസ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മുറിച്ച് മാറ്റുന്നു. വേരിന്റെയോ അല്ലെങ്കിൽ കാണ്ഡത്തിന്റെയോ അല്ലെങ്കിൽ ഇലയുടെ ഭാഗം മുറിച്ച് മാറ്റിയിട്ട് ആ മുറിച്ച് മാറ്റിയ ഭാഗത്തു നിന്നും തൈകൾ ഉണ്ടാക്കിയെടുക്കുന്ന ടെക്നിക്കാണ് മുറിച്ച് നടൽ അഥവാ കട്ടിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണങ്ങൾ: കാണ്ഡത്തിൽ നിന്നും മുറിച്ച് മാറ്റപ്പെടുന്നവയാണ് റോസ, തെറ്റി, ചെമ്പരത്തി, കരിമ്പ്, ഇലച്ചെടിയായ ക്രോട്ടൻ, മരച്ചീനി, മുരിങ്ങ, മുന്തിരി, കടലാച്ചെടി തുടങ്ങി ഈ പറഞ്ഞിരിക്കുന്ന ചെടികളെല്ലാം നമ്മളെല്ലാം വീടുകളിൽ പ്രാക്ടീസ് ചെയ്യുന്നത് തന്നെയാണ്. അതാണ് കട്ടിംഗ്. അതുപോലെ വേരിൽ നിന്നും മുറിച്ച് മാറ്റപ്പെടുന്നവയാണ് പുളി, നാരകം, ശീമപ്ലാവ്, റാസ്ബെറി, ബ്ലാക്ക്ബെറി, അത്തിമരം തുടങ്ങിയ. ഇത് നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നതല്ല, നമ്മൾ ആർട്ടിഫിഷ്യലി ഇങ്ങനെയുള്ള ഭാഗങ്ങളുടെ വേരുകൾ കട്ട് ചെയ്തിട്ട് അതിൽ നിന്നും ചില ഹോർമോണുകളുടെ ആപ്ലിക്കേഷൻ ഫലമായിട്ട് തൈകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം ചെടികളിൽ കമ്പ് മുറിച്ച് നടുകയോ വേര് മുറിച്ച് നടുമ്പോൾ അത് ഡെവലപ്പ് ചെയ്യണം നിർബന്ധമില്ല. അതിൽ നിന്ന് വേര് വരാൻ വേണ്ടി, ഇപ്പൊ വേരിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ കാണ്ഡത്തിന്റെ ഒരു ഭാഗം കൊണ്ട് നടുമ്പോൾ പെട്ടെന്ന് വേരുണ്ടാകാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ചില പ്ലാന്റ് ഹോർമോണിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഓക്സിൻ പോലുള്ള ഹോർമോണിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. സിന്തറ്റിക് ആക്സിൻ എന്നാണ് അറിയപ്പെടുന്നത്. കൃത്രിമമായിട്ടുള്ള ഓക്സിനായ
NaA, നാഫ്തലിൻ അസറ്റിക് ആസിഡ്, അതുപോലെ സ്വാഭാവികമായിട്ടുള്ള നാച്ചുറലി തന്നെ കിട്ടുന്ന ഓക്സിജനായ IAA, ഇൻഡോൾ 3 അസറ്റിക് ആസിഡും IBA, ഇൻഡോൾ 3 ബ്യൂട്ടാരിക് ആസിഡും, ഇത് രണ്ടും നാച്ചുറൽ ആണ്. NaA ഒരു ആർട്ടിഫിഷ്യൽ ആക്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ആക്സിൻ ഉപയോഗിച്ച് നമുക്ക് വേരുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ രംഗത്ത് റൂട്ടിംഗ് ഹോർമോൺ, റൂട്ട് ഉണ്ടാക്കുന്ന ഒരു ഹോർമോണായിട്ട് കൂടുതലും ആക്സിൻസിനെ ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ മെത്തേഡാണ് പതിവയ്ക്കൽ. വീടുകളിലും മുല്ലയിലും പിച്ചിയിലൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പതിവയ്ക്കൽ. വളരെ കോമൺ ആയിട്ട് സാധാരണയായിട്ട് കാണപ്പെടുന്ന ഒരു മെത്തേഡാണ്. പുതിയ തൈകളെ മാതൃസസ്യത്തിൽ നിന്നും വേർതിരിക്കും മുമ്പായിട്ടാണ് രൂപപ്പെടുന്നത്. അതായത് പ്ലാന്റിൽ വെച്ച് തന്നെ അതിന്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നു. അതിനുശേഷമാണ് ആ പാരന്റ് ആ ഒരു പ്ലാന്റിൽ നിന്ന് അതിനെ മുറിച്ചു മാറ്റുന്നത്. മാതൃസസ്യത്തിൽ നിന്നും തൈകൾ ഉണ്ടാക്കിയതിനു ശേഷം മാത്രമായിരിക്കും അവയെ മുറിച്ചു മാറ്റുന്നത്. ഈ ഒരു ടെക്നിക്കാണ് പതിവയ്ക്കൽ എന്ന് പറയുന്നത്. അതായത് മാതൃസസ്യത്തിന്റെ നീളമുള്ള ശാഖകൾ അവയിൽ നിന്നും വേർപെടുത്താതെ മണ്ണിൽ വളച്ചു വെക്കുകയോ താഴ്ത്തി വെക്കുകയോ ചെയ്തിട്ട് അതിൽ നിന്ന് തൈകൾ ഉണ്ടാക്കുന്ന മെത്തേഡാണ് പതിവയ്ക്കൽ എന്ന് പറയുന്നത്. ഒരു പ്ലാന്റിന്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സെലക്ട് ചെയ്ത നീണ്ട ബ്രാഞ്ച് എടുക്കുന്നു. ആ ബ്രാഞ്ചിനെ എന്ത് ചെയ്യുന്നു, മണ്ണിലേക്ക് വളച്ചു വെക്കുകയോ അല്ലെങ്കിൽ ചെറിയ കുഴിക്കകത്തോട് താഴ്ത്തി വെക്കുകയോ ചെയ്യുന്നു. എന്നിട്ട് അതിനുശേഷം അതിൽ മണ്ണിട്ട് മൂടുകയും അതിൽ നിന്ന് വേരുണ്ടാകാൻ അനുവദിക്കുകയും ചെയ്യും. വേര് വന്നു കഴിഞ്ഞാൽ ആ വേര് വന്ന ഭാഗം വെച്ച് മുറിച്ച് മാറ്റി പുതിയൊരു തൈയായിട്ട് മാറ്റുകയും ചെയ്യും. പിച്ചിലൊക്കെ കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ്. മുല്ലയിലും പിച്ചിലൊക്കെ ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ് പതിവയ്ക്കൽ എന്ന് പറയുന്നത്. ലെയറിംഗ് ഇത് പല വിധത്തിൽ ചെയ്യുന്നുണ്ട്. എയർ ലെയറിംഗ് അഥവാ ഗൂട്ടിംഗ്, സിമ്പിൾ ലെയറിംഗ്, മൗണ്ട് ലെയറിംഗ് അഥവാ സ്റ്റൂൾ ലെയറിംഗ്, ടിപ്പ് ലെയറിംഗ്, ട്രഞ്ച് ലെയറിംഗ് ആൻഡ് സർപ്പന്റൈൻ ലെയറിംഗ്. ഇങ്ങനെ പല ടൈപ്പ് ലെയറിംഗ് ഉണ്ട്. ഓരോന്നും എന്താണെന്ന് നോക്കാം. എയർ ലെയറിംഗ് അഥവാ ഗൂട്ടിംഗ് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതായത് മാതൃസസ്യത്തിന്റെ ആരോഗ്യമുള്ള ശാഖ തിരഞ്ഞെടുക്കും. ഏതെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ബ്രാഞ്ച് തിരഞ്ഞെടുക്കും. അതിലെ 3 മുതൽ 5 സെന്റിമീറ്റർ നീളത്തിൽ കാണ്ഡത്തിൽ മരപ്പെട്ട ഒരു വൃത്താകൃതിയിൽ മാറ്റിയിടുന്നു. ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ബ്രാഞ്ചിന്റെ ആ പുറംതൊലി, ബാർക്ക് എന്നറിയപ്പെടുന്ന പുറംതൊലി അതിനൊരു 3 മുതൽ 5 സെന്റിമീറ്റർ നീളത്തിൽ വൃത്താകൃതി ചുറ്റും, കാണ്ഡത്തിന് ചുറ്റുമായിട്ട് ഒന്ന് മുറിച്ച് മാറ്റുന്നു, അത് ഇളക്കി മാറ്റുന്നു. അതിനുശേഷം അവിടെ നനഞ്ഞ മണ്ണോ ചകിരിയോ വെച്ച് പൊതിയുകയും ഒരു പോളിത്തീൻ കവർ കൊണ്ട് ചുറ്റി കെട്ടിവെക്കുകയും ചെയ്യുന്നു. ഇത് ഈ കറക്റ്റ് ആയിട്ട് അത് നനവ് വരുത്താൻ വേണ്ടി റെഗുലർ ആയിട്ട് അത് നനവ് കൊടുത്തുകൊണ്ടിരിക്കും, വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. 2-3 മാസം കഴിയുമ്പോൾ ഇതിന് വേരുകൾ ഉണ്ടാവുകയും വേരുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ വേരുണ്ടാകുന്ന താഴ്ഭാഗം വെച്ച് മുറിച്ച് പുതിയ തൈകളായിട്ട് മാറ്റി നടാവുന്നതാണ്. ഉദാഹരണം നമ്മൾ ലിച്ചിയിൽ കൂടുതൽ ചെയ്യുന്നുണ്ട്. അതുപോലെ പേരയിൽ മോസ്റ്റ് കോമൺ ആയിട്ട് എയർ ലെയറിംഗ് ചെയ്യുന്നുണ്ട്. ഓറഞ്ച്, നാരകം, മിൽക്ക് ഫ്രൂട്ട് തുടങ്ങിയ ചെടികളിലൊക്കെ എയർ ലെയറിംഗ് ചെയ്യുന്നത്. എയർ ലെയറിംഗ് എന്ന പേര് വരാൻ കാരണം ആ ബ്രാഞ്ചിൽ വെച്ച് തന്നെയാണ് അതിന്റെ വേര് മുളപ്പിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് അതിന് എയർ ലെയറിംഗ് എന്ന പേര് വന്നത്, അല്ലെങ്കിൽ ഇതിനെ ഗൂട്ടി എന്ന് പറയുന്നത്. അടുത്താണ് സിമ്പിൾ ലെയറിംഗ്. സിമ്പിൾ ലെയറിംഗിന്റെ പ്രത്യേകത, നമ്മൾ സെലക്ട് ചെയ്യുന്ന ബ്രാഞ്ച് മണ്ണിലേക്ക് വളച്ചു വെക്കുന്നു. വളച്ചു വെക്കുമ്പോൾ അതിന്റെ ടിപ്പ്, അഗ്രഭാഗം, അതായത് മുകളങ്ങൾ വരുന്ന ഭാഗം മണ്ണിന്റെ മുകളിൽ വരുന്ന രീതിയിലായിരിക്കും വളച്ചു വെക്കുന്നത്. ആ ചിത്രത്തിൽ പോലെ അപ്പോൾ വളച്ചു വെക്കുന്ന ഭാഗത്ത് ആ സ്റ്റെമ്മിന്റെ ഭാഗം അതിന്റെ ഒരു എൻഡ് പുറത്ത് ഫ്രീ ആയിട്ട് വരുന്ന രീതിയിൽ വെക്കുകയും ആ മണ്ണിൽ ടച്ച് ചെയ്യുന്ന ഭാഗത്ത് നനഞ്ഞ മണ്ണും കുറച്ച് ചകിരിയൊക്കെ വെച്ച് പൊതിഞ്ഞു വെക്കുകയും ചിലപ്പോൾ ചെറിയൊരു വെയിറ്റ് കൊടുത്ത് വെക്കുകയും നനച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും. വേര് വരാൻ വേണ്ടി നനച്ചു കൊടുത്തുകൊണ്ടിരിക്കും. വേര് വന്നു കഴിയുമ്പോൾ ആ ഭാഗം കട്ട് ചെയ്തിട്ട് പുതിയ തൈകളായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ സാധാരണയായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സിമ്പിൾ ലെയറിംഗ്. നേരത്തെ പറഞ്ഞതുപോലെ മുല്ല, പിച്ചി, അതുപോലെ മുന്തിരി, നാരകം, വള്ളി റോസ, വള്ളിപ്പടർപ്പായിട്ട് പോകുന്ന റോസകളിലൊക്കെ ഇത് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ ബ്രാഞ്ച് മണ്ണിലേക്ക് വളച്ചു വെച്ചിട്ട് അതിന്റെ ടിപ്പ് ഫ്രീ ആവുന്ന രീതിയിൽ വെക്കുകയും ചിത്രത്തിൽ കാണുന്ന പോലെ മണ്ണിട്ട് മൂടുകയും വേര് വരുമ്പോൾ കട്ട് ചെയ്ത് മാറ്റുകയും ചെയ്യും. അതാണ് സിമ്പിൾ ലെയറിംഗ്. അടുത്താണ് മൗണ്ട് ലെയറിംഗ് അഥവാ സ്റ്റൂൾ ലെയറിംഗ്. ഇവിടെ ചിത്രത്തിൽ കാണുന്ന പോലെ കാണ്ഡത്തിന്റെ ചുവട് ഭാഗം മണ്ണിട്ട് പൊക്കി വെക്കുന്നു. ഒരു സ്റ്റൂള് പോലെ കുറച്ച് ഹൈറ്റില് മണ്ണിട്ട് പൊക്കി വെക്കുന്നു. ചിത്രം ശ്രദ്ധിക്കും. എന്നിട്ട് അതിൽ നിന്നും പല ബ്രാഞ്ചുകളിൽ നിന്നും വേരുണ്ടാക്കാൻ അനുവദിച്ചെടുക്കും. മണ്ണിട്ട് മൂടി വെച്ച് നനച്ചു കൊടുക്കുമ്പോൾ ആ ബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നൊക്കെ വേരുകൾ ഉണ്ടാവില്ല. അപ്പൊ വേരുണ്ടാകുമ്പോൾ ആ വേരുണ്ടാകുന്ന ഓരോ ഭാഗങ്ങളും കട്ട് ചെയ്ത് പുതിയ തൈകളായിട്ട് നടാൻ പറ്റും. ഇതാണ് മൗണ്ട് ലെയറിംഗ് അഥവാ സ്റ്റൂൾ ലെയറിംഗ് എന്ന് പറയുന്നത്. ആപ്പിളിലും ഗൂസ്ബെറിയിലൊക്കെ ഇത്തരം മെത്തേഡുകൾ ചെയ്യുന്നുണ്ട്. അടുത്തത് ടിപ്പ് ലെയറിംഗ്. നേരത്തെ മൗണ്ട് ലെയറിംഗ് പറഞ്ഞതുപോലെ തന്നെ പ്ലാന്റിന്റെ ഒരു നീണ്ട ശാഖ, ബ്രാഞ്ചിനെ മണ്ണിലേക്ക് വളച്ചു വെക്കുന്നു. എന്നാൽ ഇതിന്റെ ടിപ്പായിരിക്കും മണ്ണിലേക്ക് താഴ്ത്തി വെക്കുന്നത്. ടിപ്പ് ഭാഗം മണ്ണിൽ താഴ്ത്തി വെച്ച് അതിൽ നിന്ന് വേരുണ്ടാക്കിയെടുക്കുന്ന ടെക്നിക്കാണ് ടിപ്പ് ലെയറിംഗ് എന്ന് പറയുന്നത്. ബ്ലാക്ക്ബെറിയിലും റാസ്ബെറിയിലും കോമൺ ആയിട്ട് ചെയ്യുന്നു. അടുത്താണ് ട്രെഞ്ച് ലെയറിംഗ് എന്ന് പറയുന്നത്. ട്രെഞ്ച് ലെയറിംഗിന്റെ പ്രത്യേകത, വളരെ വലിയ ബ്രാഞ്ചുകളുള്ള ചെടികൾ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം
മറ്റു രീതിയിലൂടെ തൈകൾ ഉണ്ടാക്കാൻ പറ്റാത്ത ചെടികളിലും നീളമുള്ള ബ്രാഞ്ചുകളുള്ള ചെടികളിൽ ഇത്തരം രീതി കൊണ്ടുവരാൻ പറ്റും. വളരെ നീളമുള്ള ബ്രാഞ്ച് ആണെങ്കിൽ ഈ ബ്രാഞ്ചിന്റെ തണ്ടുകൾ കുറച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കണം, നീളമുള്ളതായിരിക്കും. ഫ്ലെക്സിബിൾ ആണെങ്കിൽ വളച്ചു വെക്കാൻ പറ്റും. അങ്ങനെയുള്ള ബ്രാഞ്ചുകൾ നമ്മൾ ഒരു വലിയൊരു കിടങ്ങിലേക്ക്, ഒരു ട്രെഞ്ചിലേക്ക് ഇറക്കി വെക്കുന്നു, നീട്ടി വെക്കുന്നു. ആ ചിത്രത്തിൽ കാണുന്ന പോലെ നീട്ടി വെക്കുകയും ആ നീട്ടി വെച്ചതിന് ശേഷം അത് മണ്ണിട്ട് മൂടുകയും വേരുകൾ വരാൻ അനുവദിക്കുകയും ചെയ്യും. വേരുകൾ വളരുന്ന ഭാഗം നമുക്ക് മുറിച്ച് ഓരോരോ തൈകളാക്കാൻ പറ്റും. അപ്പോൾ ഒരു നീണ്ട ബ്രാഞ്ച് അതുപോലുള്ള പല ബ്രാഞ്ചുകളെ സെലക്ട് ചെയ്ത് ഒരേ സമയം ഒന്നിൽ കൂടുതൽ തൈകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ടെക്നിക്കാണ് ട്രെഞ്ച് ലെയറിംഗ് എന്ന് പറയുന്നത്. ആപ്പിളിലും പേരയിലും പിയറിലൊക്കെ ഇത് കോമൺ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇത് സിമ്പിൾ ലെയറിന്റെ മറ്റൊരു പരിഷ്കരിച്ച രൂപമാണ്. നമ്മൾ ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്ത് ഒറ്റ തൈ ഉണ്ടാക്കുന്നതിന് പകരം ഇവിടെ ഒന്നിൽ കൂടുതൽ തൈകൾ ഉണ്ടാകും. അതായത് ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്ത് വളച്ചു വയ്ക്കുമ്പോൾ ഒരുപാട് നിരവധി തൈകൾ ആ ബ്രാഞ്ച് തന്നെ ഉണ്ടാക്കുന്ന ടെക്നിക്കാണ് ട്രെഞ്ച് ലെയറിംഗ് എന്ന് പറയുന്നത്. ഒരു ട്രെഞ്ചിലേക്ക് ഇറക്കി വെക്കുന്നത് കൊണ്ടാണ്, ഒരു കുഴിയിലേക്ക് ഇറക്കി വെക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പേര് വന്നത്. അടുത്തത് സെർപ്പന്റൈൻ ലെയറിംഗ്. പാമ്പ് ഇഴഞ്ഞു പോകുന്ന രീതിയിൽ വഴക്കമുള്ള ബ്രാഞ്ചുകൾ ഓരോരോ കുഴികളിലേക്ക് ഇറക്കും. ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്ത് അതിന്റെ ഓരോ ഭാഗങ്ങളും നിരവധി കുഴികളിലേക്ക് വളച്ച് വളച്ച് വെച്ച് പാമ്പ് ഇഴഞ്ഞു പോകുന്ന ഒരു വേവി ലൈക്ക് മാനറിൽ വെക്കുകയും എന്നിട്ട് ആ കുഴികൾ മൂടുകയും മണ്ണിട്ട് മൂടുകയും ആ ഓരോ കുഴിയുള്ള ഭാഗത്ത് നിന്ന് വേരുണ്ടാക്കാൻ അനുവദിക്കുകയും ചെയ്യും. വേരുകൾ വന്നു കഴിയുമ്പോൾ മുറിച്ച് മാറ്റുകയും ചെയ്യും. അപ്പോൾ ഒരു ബ്രാഞ്ചിൽ നിന്ന് നിരവധി തൈകളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ അത് വളച്ചു വെക്കുന്ന രീതിക്ക് അനുസരിച്ച് ഓരോ കുഴികളിലേക്ക് ബ്രാഞ്ചിന്റെ ഭാഗങ്ങൾ ഇറക്കി വെക്കുമ്പോൾ ഒരു വേവ് പോലെ, ഒരു പാമ്പ് ഇഴഞ്ഞു പോകുന്നത് പോലെ തോന്നുന്നത് കൊണ്ടാണ് ഇതിന്റെ സർപ്പന്റിക് ലെയറിംഗ് എന്ന് പേര് വന്നത്. വള്ളിച്ചെടികളിൽ ഇത് കോമൺ ആയിട്ട് ചെയ്യാൻ കഴിയും. പോത്തോസ് കാൻഡൽസ്, അതുപോലെ ക്ലിമാറ്റിസ്, മുന്തിരിയിലൊക്കെ കോമൺ ആയിട്ട് ഇത് ചെയ്യാറുണ്ട്. അടുത്തതാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്, അഥവാ ഒട്ടിച്ചു ചേർക്കൽ. ഒട്ടിച്ചേർക്കിന്റെ പ്രത്യേകത, നമ്മൾ ആദ്യം ഒരു ഫ്രൂട്ടിംഗ് പ്ലാന്റ് സെലക്ട് ചെയ്യും. നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന ഒരു പ്ലാന്റിനെ സെലക്ട് ചെയ്യും. മണ്ണിൽ യാതൊരു അസുഖം വരാതെ വളരുന്ന ഒരു ഹെൽത്തി പ്ലാന്റ് സെലക്ട് ചെയ്യും. ആ പ്ലാന്റിന് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയും. ഈ സ്റ്റോക്കിലേക്ക് മറ്റൊരു പ്ലാന്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ബഡോ കാണ്ടമോ ഒട്ടിച്ച് ചേർക്കും. ആ നമ്മൾ ഉദ്ദേശിക്കുന്ന കാണ്ടം അല്ലെങ്കിൽ ബഡ് എടുക്കുന്ന ആ പ്ലാന്റുകളെ സയോണുകൾ എന്ന് പറയും. ഇത്തരം ടെക്നിക്ക് ചെയ്യണമെങ്കിൽ കാമ്പിയം ഉള്ള ഡൈക്കോട്ട് പ്ലാന്റ്സിലെ ചെയ്യാൻ കഴിയും. രണ്ട് പ്ലാന്റ് തമ്മിൽ ആ കാമ്പിയൽ കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഒരുമിച്ച് അതിൽ ഒട്ടിച്ചേർന്ന് വളരൂ. കൂടുതലും മോണോകോട്ട് പ്ലാന്റ്സിൽ ഇത് ആബ്സെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? കാമ്പിയം ആബ്സെന്റ് ആയതുകൊണ്ട് തന്നെ മോണോകോട്ടിൽ ഫലപ്രദമല്ല. ഡൈക്കോട്ട് കാമ്പിയം ഉള്ള ചെടികളിലാണ് ഇത് കൂടുതലും ചെയ്യുന്നത്. ഇവിടെ സ്റ്റോക്ക് ആയിട്ട് എടുക്കുന്ന റൂട്ടിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്, സ്റ്റോക്ക് എന്ന് പറയുന്നത് ഏതിലേക്കാണോ ഒട്ടിച്ച് ചേർക്കുന്ന ആ ഒട്ടിച്ച് ചേർക്കപ്പെടുന്ന ആ പ്ലാന്റിന്റെ പ്രത്യേകത ആരോഗ്യമുള്ള പ്രതിരോധ ശേഷിയുള്ള ചെടികളെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഗുണമേന്മയുള്ള നമ്മൾ ഉദ്ദേശിച്ച ചെടികളുടെ മുകുളങ്ങളോ അല്ലെങ്കിൽ കാണ്ഡങ്ങളോ ശാഖകളോ മറ്റൊരു സ്റ്റോക്കിലേക്ക് ഒട്ടിച്ചേർക്കുന്ന രീതിയാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് പല ടൈപ്പ് ഉണ്ട്. ടങ് ഗ്രാഫ്റ്റിംഗ്, അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ്, ബഡ് ഗ്രാഫ്റ്റിംഗ്, വെഡ്ജ് ഗ്രാഫ്റ്റിംഗ്, ക്രൗൺ ഗ്രാഫ്റ്റിംഗ്, ക്ലെഫ്റ്റ് ഗ്രാഫ്റ്റിംഗ്, ബാർക്ക് ഗ്രാഫ്റ്റിംഗ്, സ്ലൈസ് ഗ്രാഫ്റ്റിംഗ്, സാഡിൽ ഗ്രാഫ്റ്റിംഗ് ആൻഡ് ബ്രിഡ്ജ് ഗ്രാഫ്റ്റിംഗ്. ചിത്രം കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ ഗ്രാഫ്റ്റിംഗ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഒന്നാമത്തെ ചിത്രം നോക്കുക, അതാണ് ടങ് ഗ്രാഫ്റ്റിംഗ്. ഇതിനെ ഡിപ്പ് ഗ്രാഫ്റ്റിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അവിടെ താഴെ നിൽക്കുന്ന പ്ലാന്റ്, മണ്ണിൽ ഉറച്ചു നിൽക്കുന്ന പ്ലാന്റ് ആണ് സ്റ്റോക്ക്. നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നത് സയോണാണ്. ഇങ്ങനൊരു ഗ്രാഫ്റ്റിംഗ് ചെയ്യണമെങ്കിൽ രണ്ടിന്റെയും വണ്ണം ഡയമീറ്റർ ഒരുപോലെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരേ വണ്ണമുള്ള സ്റ്റോക്കും സയോണുമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇവിടെ രണ്ടിലും അതിൽ ഒന്ന് ഉറച്ചു നിർത്താൻ വേണ്ടി ഒരു ടങ് ആകും, നാക്കിന്റെ ആകും കുറച്ചിങ്ങനെ പല്ലുകൾ പോലെ വിടവുകൾ, ഒരു താഴത്തിലോട്ടും ഒരു സിക്സ് ആഗ് പോലെ പല്ലുകൾ പോലെ വരുന്ന രീതിയിൽ ഒരു സ്റ്റോക്കിലും ഒരു കട്ടിങ് ഉണ്ടാകും. അതിന് അനുയോജ്യമായിട്ടുള്ള പല്ലുകൾ പോലുള്ള അല്ലെങ്കിൽ നാക്കുകൾ പോലുള്ള കട്ടിങ് സയോണിലും ഉണ്ടാകും. എന്നിട്ട് അവയെ ഒരു പല്ലിന്റെ സഹായത്താൽ ഉറപ്പിച്ച് ചേർത്ത് വെക്കുകയും കെട്ടിവെക്കുകയും ചെയ്യുന്ന രീതിയാണ് ടങ് ഗ്രാഫ്റ്റിംഗ് അഥവാ വിപ്പ് ഗ്രാഫ്റ്റിംഗ് എന്നറിയപ്പെടുന്നത്. മറ്റൊരു പ്രത്യേകത, സയോണുകളിലും ബഡ് ഉണ്ടായിരിക്കും, സ്റ്റോക്കിലും ബഡ് ഉണ്ടാവും. സ്റ്റോക്കിന്റെ ബഡുകൾ റിമൂവ് ചെയ്യണം. ഇല്ലെങ്കിൽ ആ റൂട്ടിംഗ് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതുകൊണ്ട് അതിന്റെ ബഡുകൾ വളരാനും മറ്റേ സയോൺ ഇരുന്ന് കരിഞ്ഞു പോകാനും ചാൻസ് കൂടുതൽ. അതുകൊണ്ട് സയോണുകളുടെ ബഡുകളെ വളരാൻ അനുവദിക്കണം. സ്റ്റോക്കിന്റെ ബഡുകളെ നമ്മൾ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്താണ് അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് അഥവാ ഇനാർക്ക് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും. ചിത്രം നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ചെടികൾ സെലക്ട് ചെയ്ത് സ്റ്റോക്കും സയോൺ. ആ ചിത്രത്തിൽ കാണുന്ന പോലെ ചേർക്കേണ്ട ഭാഗത്ത്, ഒട്ടിച്ചേർക്കേണ്ട ഭാഗത്ത്, കോണ്ടാക്ട് ചെയ്യുന്ന ഭാഗത്തെ മരപ്പട്ട തൊലിയുടെ കുറച്ച് ഭാഗങ്ങൾ റിമൂവ് ചെയ്യും. എന്നിട്ട് ആ ഭാഗങ്ങളെ ചേർത്ത് വെച്ച് നന്നായിട്ട് കെട്ടിവെക്കും. ഇത് ഒരുവിധം കെട്ടിക്കഴിഞ്ഞ് വളർന്ന് ഒരുമിച്ച് വളരാൻ തുടങ്ങി കഴിഞ്ഞാൽ സ്റ്റോക്കിന്റെ മുകൾ ഭാഗം കട്ട് ചെയ്യും, സയോണിന്റെ അടിഭാഗം കട്ട് ചെയ്യും. സ്റ്റോക്കിന്റെ മുകൾ ഭാഗം കട്ട് ചെയ്യുന്നതും അതും പിന്നീട് വളരാതിരിക്കുന്നതാണ്. സയോൺ ആണല്ലോ എത്തിച്ചേർന്ന് വളരേണ്ടത്. അപ്പൊ സയോണിന്റെ അടിഭാഗം കട്ട് ചെയ്യും, സ്റ്റോക്കിന്റെ മുകൾ ഭാഗം കട്ട് ചെയ്യും. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന രണ്ട് പ്ലാന്റുകൾ
ചേർന്ന് വളരാൻ സഹായിക്കും. കൂടുതലും മാവിലൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. രണ്ട് വെറൈറ്റി, ഒരു ഏതെങ്കിലും വെറൈറ്റി മാവ് പൊടിച്ച് നിൽക്കുമ്പോൾ അത് നമ്മുടെ സാധാ മാവിലേക്ക് ഇതുപോലെ ഒട്ടിച്ചേർത്തിട്ട് സാധാ മാവിന്റെ മുകൾ ഭാഗവും വെറൈറ്റി മാവിന്റെ താഴ്വും വെട്ടിക്കഴിഞ്ഞാൽ ഇത് കോൺടാക്ട് ആയി ഒരുമിച്ച് വളർന്നു തുടങ്ങിയ ശേഷമാണ് ഇങ്ങനെ വെട്ടുന്നത്. അത്തരം മെത്തേഡാണ് അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് അഥവാ ഇനാർട്ട് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ട് സ്വതന്ത്രമായിട്ടുള്ള നിലനിൽക്കുന്ന പ്ലാന്റുകളിലാണ് ഇത് കൂടുതലും ഈ ഒരു ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത്. മാവിലും പ്ലാവിലും സപ്പോട്ടയിലും ജാതിക്കയിലും ഇത് കൂടുതൽ ചെയ്യുന്നത്. അടുത്താണ് ബഡ് ഗ്രാഫ്റ്റിംഗ് അഥവാ ബഡ്ഡിംഗ് എന്നറിയപ്പെടുന്നത്. സിംപിളി ബഡ്ഡിംഗ് എന്ന് പറയുന്നത് ബഡ് ഗ്രാഫ്റ്റിംഗ് ആണ്. ഹൈഡ്രേലി മീൻസിൽ കാണുന്ന ബഡ്ഡിംഗ് വേറെ ടൈപ്പാണ്. ഇവിടെ ബഡ്ഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ബഡ് ഗ്രാഫ്റ്റിംഗ്, ബഡ് ആയിരിക്കും ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സയോൺ ഒരു ബഡ് ആയിരിക്കും. ആ ചിത്രത്തിൽ കാണുന്ന പോലെ ഏതെങ്കിലും ഒരു ബഡിന്റെ മുകളിലുള്ള ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് സ്റ്റോക്കിന്റെ ബാർക്കിൽ ടി ആകൃതിയിൽ ഒരു മുറിവുണ്ടാക്കുകയും ജസ്റ്റ് ആ ടീയുടെ ഭാഗത്തേക്ക് അകത്തേക്ക് എന്ത് ചെയ്യുന്നു, ആ ബഡ് ഇറക്കി വെക്കുകയും ആ ബഡ് വരുന്ന ഭാഗം നന്നായി ടൈറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോക്കിന്റെ ബഡുകളെല്ലാം റിമൂവ് ചെയ്യുന്നു. സയോണിൽ വെച്ച ഈ ബഡ് മാത്രം വളരാൻ അനുവദിക്കുകയും ചെയ്യുന്നു. ഈ രീതിയാണ് ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. റോസയിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഈ രീതിയാണ്. ചെമ്പരത്തിയിലും അതുപോലെ റബ്ബറിലൊക്കെ ചെയ്യാറുണ്ട്. ഇതിനെ ചിപ്പ് ബഡ്ഡിംഗ് എന്ന പേരിലും അറിയപ്പെടുന്നു. അടുത്തത് വെഡ്ജ് ഗ്രാഫ്റ്റ്. വെഡ്ജ് ഗ്രാഫ്റ്റിന്റെ പ്രത്യേകത സ്റ്റോക്കും സയോണും ഒരേ വണ്ണം തന്നെ ആയിരിക്കണം. നേരത്തെ പറഞ്ഞ ബഡ്ഡിങ്ങിൽ അങ്ങനെ പ്രശ്നമില്ല, ബഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നാൽ ഇവിടെ സ്റ്റോക്കും സയോണും ഒരേ വണ്ണമായിരിക്കണം. സ്റ്റോക്കിൽ ഒരു വി ആകൃതിയിൽ മുറിവുണ്ടാക്കും. അപ്പൊ സയോണ് ആ വി ആകൃതിന്റെ മുനമ്പ്, അത് വിയുടെ മുനമ്പ് വരുന്ന രീതിയിൽ ചിത്രത്തിൽ കാണുന്ന പോലെ അതിനെ അനുയോജ്യമായ രീതിയിൽ ഒരു മുറിവുണ്ടാക്കരുത്. രണ്ടും കൂടെ ചേർത്ത് വെക്കും. അപ്പൊ ഇവിടെ ഒരേ വണ്ണമുള്ള സ്റ്റോക്കും സയോൺ തന്നെ സെലക്ട് ചെയ്യണം. അവിടെ സ്റ്റോക്കിൽ വി ആകൃതിയിലും അതിലേക്ക് ഇറങ്ങുന്ന രീതിയിലും കൂർത്താൻ അഗ്രമുള്ള രീതിയിൽ സയോണും കട്ട് ചെയ്ത് ചേർത്ത് വെക്കുന്ന രീതിയാണ് വെഡ്ജ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ക്രൗൺ ഗ്രാഫ്റ്റിംഗ്. ക്രൗൺ ഗ്രാഫ്റ്റിംഗിന്റെ പ്രത്യേകത സ്റ്റോക്കിന് വലിയ വണ്ണമുള്ള ചെടിയായിരിക്കും, സയോണുകൾ ചെറിയ വണ്ണമുള്ള ചെടികളായിരിക്കും. അതായത് സ്റ്റോക്കിന്റെ വലിയ വണ്ണമുള്ള ആ വലുപ്പത്തിൽ ഒരു നീളമുള്ള ആഴത്തിലുള്ള മുറിവ് ഉണ്ടാക്കുകയും ആ മുറിവിനകത്തേക്ക് സയോണുകൾ ഇൻസേർട്ട് ചെയ്യുന്ന രീതി ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു സ്റ്റോക്കിന്റെ നീണ്ട വിടവിലേക്ക് കിടങ്ങിലേക്ക് മുറിവുകളിലേക്ക് നമുക്ക് ആവശ്യമുള്ള സയോണുകളെ എന്ത് ചെയ്യും, ഇറക്കി വെക്കും. ഇത് രണ്ടെണ്ണം കാണിച്ചിട്ടുള്ളത് രണ്ടിൽ കൂടുതലായിട്ട് ഇറക്കി വെക്കുന്ന രീതിയായിരിക്കും. ഇത് മുറിവിലേക്കാണ് ഇറക്കി വെക്കുന്നത്. അതിന്റെ സ്റ്റെമ്മിന്റെ ഭാഗത്തുള്ള മുറിവിലേക്ക് ഇറക്കി വെക്കുന്ന രീതിയിലുള്ള മെത്തേഡാണ് ക്രൗൺ ഗ്രാഫ്റ്റിംഗ് എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ക്ലഫ് ഗ്രാഫ്റ്റിംഗ്. ക്ലഫ് ഗ്രാഫ്റ്റിന്റെ പ്രത്യേകത സ്റ്റോക്കിൽ വളരെ ആഴമുള്ളൊരു മുറിവുണ്ടാക്കും. ആ ചിത്രത്തിൽ കാണുന്ന പോലെ കണ്ടാൽ വെഡ്ജ് ഗ്രാഫ്റ്റിംഗ് പോലെ തോന്നുമെങ്കിലും സ്റ്റോക്കിൽ നീണ്ട വിട ഒരു ആഴമുള്ള സ്പ്ലിറ്റിംഗ് ഉണ്ടായിട്ട് അതിനകത്തേക്ക് കൂർത്ത അഗ്രമുള്ള സയോൺ ഇറക്കി വെക്കുന്ന ഇൻസേർട്ട് ചെയ്യുന്ന രീതിയാണ് ക്ലഫ്റ്റ് ഗ്രാഫ്റ്റിംഗ് എന്ന് അറിയപ്പെടുന്നത്. അടുത്താണ് ബാർക്ക് ഗ്രാഫ്റ്റിംഗ്. ഇത് കണ്ടാൽ ക്രൗൺ ഗ്രാഫ്റ്റിംഗ് പോലെ തോന്നും. എന്തായിരുന്നു ക്രൗൺ ഗ്രാഫ്റ്റിംഗ്? സ്റ്റോക്കിന്റെ മുറിവിലേക്ക് ഒന്നിൽ കൂടുതൽ സയോണുകൾ ഇൻസേർട്ട് ചെയ്ത് വെക്കുന്ന രീതിയാണ്. ഏതാണ്ട് അതുപോലെ തന്നെ തോന്നും. പക്ഷെ ഇവിടെ ചെയ്തിരിക്കുന്നത് മുറിവല്ല, ബാർക്കിന്റെ ഭാഗത്താണ്. അതായത് മരപ്പട്ടയുടെ ഭാഗത്ത്, പുറം തൊലിയുടെ ഭാഗത്തേക്കായിരിക്കും നിരവധി സയോണുകളെ ഇൻസേർട്ട് ചെയ്തെങ്കിൽ അതിനെയാണ് ബാർക്ക് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത സ്പൈസ് ഗ്രാഫ്റ്റിംഗ്. ഒരു ചരിഞ്ഞ പ്രതലത്തിൽ ഒട്ടിച്ചേർക്കുന്ന രീതി. ചിത്രം നോക്കുക. സ്റ്റോക്കും സയോണും ചരിച്ച് വെട്ടിയിട്ട് ആ ചരിഞ്ഞ് വെട്ടുന്ന രീതി ചേർത്ത് വെച്ച് എന്തെന്നു ഒട്ടിച്ചെടുക്കുന്ന രീതിയാണ് സ്പൈസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ചരിഞ്ഞ പ്രതലത്തിലായിരിക്കും ഒട്ടിച്ച് ചേർക്കുന്നത്. അടുത്തത് സാഡിൽ ഗ്രാഫ്റ്റിംഗ്. സാഡിൽ ഗ്രാഫ്റ്റിംഗ് നേരത്തെ പറഞ്ഞ വെഡ്ജ് ഗ്രാഫ്റ്റിംഗ് എതിർ രീതിയാണ്. എന്തായിരുന്നു വെഡ്ജ് ഗ്രാഫ്റ്റിംഗ്? ഒരു വി ഷേപ്പ് കട്ടിംഗ് ഉണ്ടാകുന്നത് സ്റ്റോക്കിലും അതിന് ചേരുന്ന രീതിയിൽ ഒരു കൂർത്ത അഗ്രം വരുന്നത് സയോണിലായിരിക്കും. നേരെ തിരിച്ചായിരിക്കും. സയോണിലാണ് വി ഷേപ്പ് കട്ടിംഗ് ഉണ്ടാകുന്നത്. ചിത്രം നോക്കുക. അതിലേക്ക് ഇറങ്ങി വന്ന രീതിയിൽ കൂർത്ത മുനമ്പ് സ്റ്റോക്കിലായിരിക്കും ഉണ്ടാക്കിയെടുക്കുന്നത്. വെഡ്ജ് ഗ്രാഫ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ആ രീതിയാണ് സാഡിൽ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്താണ് ബ്രിഡ്ജ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ബ്രിഡ്ജ് ഗ്രാഫ്റ്റിന്റെ പ്രത്യേകത സാധാരണ ഫ്ലോയം ട്രാൻസ്പോർട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഗ്രിഡിലിംഗ് എക്സ്പെരിമെന്റ് നമ്മൾ ചെടികൾ ചെയ്യാറുണ്ട്. ചിത്രത്തിൽ കാണുന്ന പോലെ മരത്തിന്റെ മരപ്പട്ട റിമൂവ് ചെയ്യും. ഫ്ലോയം ഉൾപ്പെടെ ഫ്ലോയം ഫുള്ള് റിമൂവ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് ആഴത്തിലേക്ക് മരപ്പട്ട മൊത്തം ഒരു കനത്തിൽ റിമൂവ് ചെയ്യും. അങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഫ്ലോയം എല്ലാം റിമൂവ് ആവും. മുകളിൽ നിന്ന് ഇലകളിൽ നിന്നുണ്ടാകുന്ന ഫുഡ് താഴോട്ട് ട്രാൻസ്പോർട്ട് ആകില്ല. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യാൻ അവിടെ ഫ്ലോയം ഇല്ലല്ലോ. അപ്പോൾ ആ മുറിവിന്റെ മുകൾ ഭാഗത്ത് ഫുഡ് അടിഞ്ഞുകൂടുകയും ആ ഭാഗം വീർത്ത് വരികയും അവിടെ വേരുകൾ ഉണ്ടാവുകയും ചെയ്യും. ഈ മെത്തേഡാണ് ഗ്രിഡിലിംഗ് എന്ന് പറയുന്നത്. ഇത് സാധാരണ മെക്കാനിക്കലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ എലികൾ കരളുമ്പോൾ, മരത്തിന്റെ ചുറ്റും എലികൾ ഇങ്ങനെ കരളുമ്പോൾ ഫ്ലോയം നഷ്ടപ്പെടും. അങ്ങനെ ഫ്ലോയം നഷ്ടപ്പെടുമ്പോൾ മുകളിൽ നിന്ന് വരുന്ന ഫുഡ് ആ മുറിവിന്റെ മുകൾ ഭാഗത്ത് അടിഞ്ഞുകൂടുകയും അത് വീർത്ത് വരികയും ചെയ്യും.
അങ്ങനെയുള്ള ചെടികളിൽ അത് ഒഴിവാക്കാനും അത് പരിഹരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ബ്രിഡ്ജ് ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സ്റ്റെമ്മിൽ ഫ്ലോ ആൻഡ് ട്രാൻസ്ഫർ നടക്കാതിരിക്കുമ്പോൾ ചെടിക്ക് പിന്നീട് അങ്ങോട്ട് ഡാമേജ് ഉണ്ടാകാൻ ചാൻസ് കൂടുതലല്ലേ. അതിനുവേണ്ടി ആ മുറിവില് ആ ചിത്രത്തിൽ കാണുന്ന പോലെ ആ മുറിവിന്റെ മുകളിലത്തെ മരപ്പട്ടയും താഴത്തെ മരപ്പട്ടയും ഒരു പാലം പോലെ ഒരു ചെറിയ സയോണുകൾ കൊണ്ട് കണക്ട് ചെയ്ത് വെക്കുന്ന രീതിയാണ് ബ്രിഡ്ജ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും. അപ്പൊ ഗർഡലിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ ഇലകളിൽ നിന്നുള്ള വേരുകളിലേക്കുള്ള ഒഴുക്ക് നിന്നു പോകും. കാരണം ആ ഭാഗം കട്ടായി കിടക്കുകയല്ലേ. അപ്പൊ അത് പരിഹരിക്കാൻ ആ മുകൾ ഭാഗവും താഴ്ഭാഗവും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ സയോണുകൾ കണക്ട് ചെയ്ത് വെക്കും. ഒരു പാലം പോലെ, നിരവധി പാലം പോലെ കണക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ ബ്രിഡ്ജ് ഗ്രാഫ്റ്റിംഗ് എന്ന പേര് വന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന വഴി മുകളിലത്തെയും താഴത്തെയും ക്യാമ്പിംഗ് ബന്ധിപ്പിക്കാൻ പറ്റും. ഈ സയോണുകൾ പോയി രണ്ട് ഭാഗത്തെയും ക്യാമ്പിംഗ് ബന്ധിപ്പിക്കുകയും നേരത്തെ പറഞ്ഞ പോലെ ചെടികൾ വളരുകയും ഫുഡ് ട്രാൻസ്പോർട്ട് നടക്കുകയും ചെയ്യും. ഇതാണ് ബ്രിഡ്ജ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓരോ ഗ്രാഫ്റ്റിംഗും അതിൻ്റെതായ ശൈലിയുണ്ട്. അതനുസരിച്ചാണ് ആ പേര് വന്നിരിക്കുന്നത്. പടം കൂടെ നോക്കി മനസ്സിലാക്കുക, വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കട്ടിംഗ്, ലെയറിംഗ്, ഗ്രാഫ്റ്റിംഗ് ആണ് ഡിസ്കസ് ചെയ്തത്. കട്ടിങ്ങും ലെയറിങ്ങും ഗ്രാഫ്റ്റിങ്ങും അതിന്റെ മാക്സിമം ടൈപ്പ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു മൊഡ്യൂളുമായിട്ട് കാണാം. എല്ലാവർക്കും ശുഭദിനം.